ഹായ് മക്കളെ, നിങ്ങൾ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വേണ്ടി വളരെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു 5 ചാപ്റ്റേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നിയതായിരിക്കാം. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ഒരു ചാപ്റ്റർ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം. അതായത് നമ്മൾ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, Chapter 5 to 9, continuity and differentiability, application of derivative, integrals, application of integrals, differential equation. ഈ ഒരു 5 ചാപ്റ്റർ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റേജ് ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. 5ാമത്തെ ചാപ്റ്ററായുള്ള കണ്ടിന്യൂറ്റിയിൽ നിന്ന് 3 മാർക്കിനും 6 മാർക്കിനുമാണ് സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുള്ളത്. ആൻഡ് 6ാമത്തെ ചാപ്റ്ററായുള്ള അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ, 7 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. 7ാമത്തെ ചാപ്റ്ററിന് 3 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 3, 6, 9 മാർക്കാണ് യൂഷ്വലി ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ആൻഡ് 8ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററും വെയിറ്റേജ് വരുന്നത് 4 വീതം മാർക്കുകളാണ്. 8ാമത്തത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, 9ാമത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഈ 5 ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 33. ടോട്ടൽ നിങ്ങളുടെ 80ലാണ് എക്സാം എങ്കിലും നിങ്ങൾക്ക് 60 മാർക്കിനുള്ളത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 60 മാർക്കിൽ നിങ്ങൾക്ക് 33 മാർക്കും തരാൻ കെൽപ്പുള്ള ചാപ്റ്റേഴ്സാണ് ഈ 5 എണ്ണം. അതിൻ്റെ പ്രശ്നം കൂടി എന്താണെന്ന്, ബാക്കിയുള്ള കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻ്റഗ്രൽസ് പഠിച്ചിട്ടില്ല എങ്കിൽ, ഇൻ്റഗ്രൽസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അധികവും. ഡോണ്ട് സ്കിപ്പ്. ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്താൽ ഈ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ബാക്കിയാണ് ഇതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ 3 മെത്തേഡ് ഓഫ് സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ 3 മെത്തേഡിൽ നിങ്ങൾ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽസ് പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ പോകും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ വരും. പിന്നുള്ളത് കണ്ടിന്യൂറ്റിയും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലൊക്കെ ഒരുപാട് വേർഡ് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യം അധികവും വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും, മാക്സിമം ആൻഡ് മിനിമം യൂസ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ അങ്ങനെ ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ഒരു പാറ്റേണും ആൻഡ് ആ ഒരു സ്ട്രക്ചറും അനുസരിച്ചാണ് കേട്ടോ. ഇതിലൊക്കെ മാറ്റം വരാം ആൻഡ് മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്റേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഒക്കെ വളരെ ചെറിയ ചാപ്റ്ററാണ്. എന്തായാലും ആ 4 മാർക്ക് പഠിച്ചാൽ കിട്ടും. അപ്പോൾ അതിന് ഇൻ്റഗ്രൽസ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡോണ്ട് സ്കിപ്പ് ദീസ് 4 ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ടോട്ടൽ എക്സാമിൻ്റെ 60 മാർക്കിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ മോർ ദാൻ 50% മാർക്കും നിങ്ങൾക്ക് തരാൻ പോകുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എഫേർട്ട് എടുക്കണം, നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഭയങ്കര പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ പ്രശ്നമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമയിലെ വേർഡ് പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ NCERTയിൽ സോൾവ് ചെയ്ത വേർഡ് പ്രോബ്ലംസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആ ടൈപ്പ് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ആ വേർഡ് പ്രോബ്ലംസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ചിലതൊക്കെ അത്യാവശ്യം ലെങ്തി ആയിരിക്കും, എന്നാലും നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് തന്നെ പഠിക്കണം. ഇൻ്റഗ്രൽസിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഓരോ ടൈപ്പും ഏതാണെന്ന് മനസ്സിലാകാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റഗ്രൽസിൽ ഞാൻ തരുന്നൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ്റഗ്രൽസും നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ ചെയ്താൽ മതി. ഇൻ്റഗ്രൽസിൽ ഒരുപാട് ചോദ്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മുൻവർഷ PYQ, അതായത് ഒരു വർഷത്തതല്ല, ഒരുപാട് PYQs ഇൻ്റഗ്രൽസിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതൊന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളും വെറുതെ ഒന്ന് എടുത്തു നോക്കുക. നിങ്ങൾ സോൾവ് ചെയ്യണമെന്നില്ല. അതൊക്കെ ഏത് ടൈപ്പ് വെച്ചായിരിക്കും ചെയ്യേണ്ടി വരിക എന്ന് നിങ്ങൾ ഒരു PDF ആക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏത് ടൈപ്പ് വെച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ടൈപ്പിൽ നിന്ന് ഈ ചോദ്യമാണ് ചോദിക്കാറുള്ളത്. അതറിയില്ലെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ നോക്കിയിട്ട് ആ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവും ഏത് ടൈപ്പ് വെച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്, ഈ ടൈപ്പ് ഈ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായുള്ള ധാരണ ഉണ്ടാവും. ചോദ്യം കണ്ടിട്ട് പരിചയപ്പെടാത്ത ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ മാക്സിമം പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ അതിന് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ മാക്സിമം പരിചയപ്പെടുക, അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട്, ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. സിമ്പിളായിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എവിടെ ഒരു ചോദ്യം കണ്ടാലും ഏത് ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ സെറ്റാ. ഇൻ്റഗ്രൽസ് ഒരു വലിയ സംഭവമല്ല. ആൻഡ് അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, 4 മാർക്കിന് ഒരു ഏരിയ അണ്ടർ ദി കർവ് ആണ് ചോദിക്കുക, എലിപ്സ്, സർക്കിൾ, പിന്നെ 1-2 ചെറിയ ചോദ്യങ്ങളാണ് ടെക്സ്റ്റിലുള്ളത്. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ആൻഡ് അടുത്ത നോക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയിട്ട് തോന്നുമെങ്കിലും
ഭയങ്കര പ്രശ്നമൊന്നുമില്ല. 4 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, നല്ലതുപോലെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇൻ്റഗ്രൽസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഈ 5 ചാപ്റ്ററിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. മോഡൽ എക്സാമിൻ്റെ മുമ്പ് കഴിയുകയാണെങ്കിൽ ഈ 5 ചാപ്റ്ററും കവർ ചെയ്ത് തീർക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ഒരു 5 ചാപ്റ്റേഴ്സ് ഒരുമിച്ചെടുത്ത ഒരു ലെങ്തി ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു. കാൽക്കുലസ് ലൈവ് ഒന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഒരു 14 മണിക്കൂറിൻ്റെ 5 ചാപ്റ്റേഴ്സ് ഒരുമിച്ചെടുത്ത ലൈവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രക്ചറിൽ കിട്ടും. പ്രോപ്പറായിട്ട് തിയറിയും കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ പറയുന്ന ഒരു ലൈവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങളത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് ഈ 5 ചാപ്റ്റേഴ്സും പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.